അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷമ്മയുടെ കിടക്കക്കരികിൽ നിശബ്ദത കനത്തിരുന്നു. ആശുപത്രി മുറിയിലെ യന്ത്രങ്ങളുടെ ശബ്ദം മാത്രമാണ് ഇടയ്ക്കിടെ കേൾക്കുന്നത്. എന്നാൽ ഷമ്മാസ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. മോനെ. ഉമ്മ, ഞാൻ ഇപ്പോൾ വരാം, ഒരു കോൾ ചെയ്യട്ടെ. മോനെ, എന്തേ? ഉമ്മ, ഞാനിപ്പോൾ വരാം. അപ്പോഴേക്കും ഷമ്മാസ് ഒന്ന് പുറത്തിറങ്ങി. നുസി അകത്തേക്ക് കയറി. അങ്ങനെ വീണ്ടും മുഹ്സിൻ തങ്ങളെ ഷമ്മാസ് വിളിക്കുകയാണ്. ഹലോ തങ്ങളെ, നിങ്ങൾ പറഞ്ഞത് ഷാമോൻ, ഞാൻ പറയാം. അതായത് നമ്മുടെ റിസ്വാന വക്കീലിനെ കുറിച്ചല്ലേ നീ ചോദിച്ചത്? പിന്നെ ഒരുപക്ഷെ പുത്തൻ വീട് തറവാട്ടിലേക്കൊന്ന് വരേണ്ടി വരും. അവർക്ക് വിവരങ്ങൾ കുറച്ചുകൂടെ ശേഖരിക്കാനുണ്ട്. കാരണം അവർക്ക് വാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ. പിന്നെ അതുമല്ല, നവാസിൻ്റെ കേസിലെ ചെറിയൊരു വിവരവും പോലും വിട്ടുകളയാൻ പാടില്ല. അതായത് നവാസിൻ്റെ ഭാര്യയോടും മൊത്തത്തിൽ ഒക്കെ വെച്ച് അവർക്ക് ചോദിച്ചറിയേണ്ടി വരും. അതിനനുസരിച്ച് തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും സാക്ഷികളും എല്ലാം വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. മുഹ്സിൻ തങ്ങൾ പറയുന്നത് കേട്ട് ഷമ്മാസ് പറഞ്ഞു, തങ്ങളെ ആയിക്കോട്ടെ. അല്ല മോനെ, അല്ല, എന്നാണിപ്പോൾ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ ഡിസ്ചാർജ് ആകുന്നതെന്നാ? അതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതിയോ? തങ്ങളെ നാളെയാണ് ഉമ്മക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി അതിനിടയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്നാൽ ഈ സമയം നവാസിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഉമ്മയുടെ മനസ്സ് തകരുകയാണ്. അതേസമയം കിടക്കയിൽ കിടന്നിരുന്ന ആയിഷുമ്മ കണ്ണു തുറക്കുന്നു. മോനെ, എൻ്റെ നവാസ് എവിടെയാണ്? എൻ്റെ കുട്ടിയെ എനിക്കൊന്ന് കാണണം. ഉമ്മ, നുസൈബ ആശ്വസിപ്പിച്ചു. ഉമ്മ, ഞാൻ ഷാമോൻക്കെ വിളിക്കാം. അല്ലടി, എൻ്റെ നവാസ് എവിടെ? ഓൻ വന്നു എന്നെ കാണാൻ? എൻ്റെ കുട്ടി എന്നെ കാണാൻ വന്നില്ലേ? ആ ചോദ്യം കേട്ടതും നുസൈബയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഉമ്മ വരും, ഉമ്മ വിഷമിക്കല്ലേ. ഉമ്മക്ക് എന്തെങ്കിലും വേണോ? സ്നേഹത്തോടെ ഉമ്മയെ നോക്കുകയാണ് നുസൈബ. ഷമ്മാസ് അകത്തേക്ക് വന്നു. മോനെ, എവിടെ എൻ്റെ നവാസ്? ഓനെ കൊണ്ടുവന്നയ്യേ? പഠിച്ചോനെ, എൻ്റെ ഉമ്മയുടെ സംസാരത്തിൻ്റെ നിലയൊക്കെ തെറ്റിപ്പോയോ? എനിക്കറിയുന്നില്ല. മോനെ, എൻ്റെ കുട്ടീനെ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. എന്നാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സത്യം പറയാൻ കഴിയില്ല, കള്ളം പറയാനും മനസ്സില്ല. സത്യം പറഞ്ഞാൽ ഉമ്മ വിഷമിക്കും, കള്ളം പറഞ്ഞാലും അത് വലിയൊരു തെറ്റായി മാറും. എന്നാൽ ഷമ്മാസ് പതുക്കെ ആയിഷമ്മയുടെ കയ്യിൽ പിടിച്ചു. ഉമ്മ വിഷമിക്കണ്ട, നവാസ്ക വരും കേട്ടോ, ഇൻഷാ അല്ലാ. അവൻ തിരികെ വരും. ആയിഷമ്മ വീണ്ടും കണ്ണടച്ചു. പക്ഷേ അതിരങ്ങളിൽ ഒരേ ഒരു പേര്, എൻ്റെ നവാസ് മോനെ. എന്നാൽ നുസൈബ പറഞ്ഞു, ഇക്ക വിഷമം ഉണ്ടാവും, മൂത്ത കുട്ടിയല്ലേ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതും എന്തെങ്കിലും തെറ്റ് ചെയ്തിക്കണമെങ്കിൽ കുഴപ്പമില്ല, എന്താ ചെയ്യുക. എന്നാൽ ഈ സമയത്ത് ആയിഷമ്മക്ക് സുഖമില്ലാത്ത വിവരം മുഹ്സിൻ തങ്ങളുടെ ഭാര്യ അറിയുന്നു. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, അതെ, നമുക്കൊന്ന് പോയി വരായിരുന്നു. കാരണം എനിക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു. അതായത് ഞാനൊക്കെ ഷമ്മാസിൻ്റെ കൂടെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്ന ഉമ്മയായിരുന്നു അത്. ആ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറയുമ്പോഴേ നമുക്കൊന്ന് കാണാൻ പോകായിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളും തീരൂല. കാരണം എല്ലാ തിരക്കുകളും മാറിയിട്ട് നമുക്ക് രോഗിയെ കാണാൻ പോകാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇന്നൊന്ന് പോയി വന്നാലോ. തൽക്കാലം അവരറിയണ്ട. അങ്ങനെ ചികിത്സിക്കാൻ വന്നവർക്ക് പകരം ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു. നിങ്ങൾ തൽക്കാലം ഒന്ന് സഹകരിക്കുക. പിന്നെ ഞാൻ നാളെ വരാം, ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകാണ്ട്. അങ്ങനെ മുഹ്സിൻ തങ്ങൾ ഭാര്യയുമായി കാറിൽ പോകുന്നു നേരെ ഹോസ്പിറ്റലിലേക്ക്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ എത്തി. ഷമ്മാസിനെ മുഹ്സിൻ തങ്ങൾ വിളിച്ചു. മുറിക്ക് പുറത്തേക്ക് വന്ന ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടി. മാഷാ അല്ലാ, പഠിച്ചവനെ, മുഹ്സിൻ തങ്ങളും ഭാര്യയും ഹിജാബ് ധരിച്ചതുകൊണ്ട് അവരുടെ മുഖം വ്യക്തമല്ല. തങ്ങളെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ബഹുമാന പുരസ്കരം ഷമ്മാസ് അവരെ സ്വീകരിച്ചു. എന്നാൽ ഉമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഉമ്മാനെ കാണാൻ ബീവി വരുന്നുണ്ട്. അതായത് മുഹ്സിൻ തങ്ങളുടെ ഷെരീഫ ബീവി, ഭാര്യ. മാഷാ അല്ലാ. അങ്ങനെ നേരെ ആയിഷമ്മയുടെ അരികിലേക്ക് ഷെരീഫ ബീവി ചെന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്നാൽ അവരുടെ കൈ മുത്തി ഉമ്മ പൊട്ടിക്കരയുകയായിരുന്നു. മോളെ,
എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതാവോ? എൻ്റെ ഒന്ന് ദുആ ചെയ്യട്ടോ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റാതിരിക്കാൻ. ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ, ഒന്നും ഉണ്ടാവില്ല. അത് ഷെരീഫ ബീവി. അവരുടെ ശബ്ദം തന്നെ വല്ലാത്ത മനോഹരമായിരുന്നു. അത് മാത്രമല്ല അവരുടെ ആ കയ്യുറയിട്ട ആ കൈകൾ, അത് ശരിക്കും നുസൈബ അത് നോക്കി നിന്നു. മാഷാ അല്ലാ, എന്തൊരു ഭംഗിയാണ് കാണാൻ. നുസൈബ മോളെ, സ്നേഹത്തോടെ അവളെയും അവളോടും സലാം പറഞ്ഞു. കുഞ്ഞിനെ അവർ വാരിയെടുത്തു. അവർ ഐഷുമ്മയെ ആശ്വസിപ്പിച്ചു. അതെ ഉമ്മ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പഠിച്ചവൻ്റെ വിധിയായിരിക്കും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലായി വരും. അല്ലെങ്കിലും ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടെന്നാണല്ലോ. നോക്കിക്കോളി, ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷമായിരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ശരിക്കും ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് അതാ ഷെരീഫ ബീവി ഉമ്മാക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. നുസി, ഇങ്ങത്താ ഭക്ഷണം ഞാൻ കൊടുക്കാം. ഉമ്മാക്ക് നിൻ്റെ കയ്യിൽ കുഞ്ഞല്ലേ. അതെ, അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഉമ്മാക്ക് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ശരിക്കും ഒരു മകളെപ്പോലെ ഷെരീഫ ബീവി നല്ല രീതിയിൽ ഉമ്മയെ നോക്കുന്നു. അതെ ഉമ്മങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ശരിയാവും. ഒക്കെ നമുക്ക് അള്ളാഹു നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ നബിമാർക്കൊക്കെ ലഭിച്ചതല്ലേ. അതിൻ്റെയൊക്കെ ശേഷം അവർക്കൊരു സന്തോഷമൊക്കെ ഉണ്ടായില്ലേ. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങളൊക്കെ പടച്ചിറപ്പ് കൊടുക്കും. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഷെരീഫ ബീവി സ്നേഹത്തോടെ ഉമ്മയെ തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ ഉമ്മക്കത് വല്ലാത്തൊരു ആശ്വാസമായി. പഠിച്ചവൻ്റെ സഹായം നമുക്കുണ്ടാവും. ഉമ്മ, നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതല്ലേ. ആ ദാനധർമ്മത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സുഖവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കാരണം ഒരുപാട് ആളുകളെ പാവങ്ങളെ കണ്ണീരൊപ്പുന്ന ആളല്ലേ നിങ്ങൾ. അതുകൊണ്ട് തന്നെ പഠിച്ചു ഞങ്ങളെ കൈവിടൂല. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ടും പോറില്ല. പക്ഷേ ഐഷുമ്മക്ക് സുഖമില്ലാന്ന് മുഹ്സിൻ തങ്ങൾ പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് തോന്നി, പഠിച്ചവനെ അവരെ കാണാഞ്ഞാൽ പിന്നെ എന്താ. കാരണം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ആദ്യമൊക്കെ ദർസിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഉമ്മ നല്ല സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു, ഞങ്ങൾക്ക് പൈസ തരുമായിരുന്നു. അന്നൊന്നും പൈസയും കാര്യങ്ങളും ഇല്ലാത്ത കാലല്ലേ. അന്ന് തന്നെ സഹായിച്ച കാര്യമൊക്കെ ഇക്ക പറയുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ കാണാൻ പോവുക, അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ്. ഉമ്മ വിഷമിക്കണ്ട കേട്ടോ. ഷെരീഫ ബീവി സ്നേഹത്തോടു കൂടെ അതെ ഉമ്മയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം മുഹ്സിൻ തങ്ങൾ പുറത്ത് ഷമ്മാസിനോട് പറഞ്ഞു, അല്ല പിന്നെ നാളെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്താ വേണ്ടത്? റിസ്വാൻ വക്കീൽ അവരെ കൂട്ടി അങ്ങോട്ട് വരികയാണോ അതോ ഇനി ഇങ്ങോട്ട് വരും, എന്താ വേണ്ടത്? എന്നാൽ ഷമ്മാസ് പറഞ്ഞു, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം അവർക്ക് വേണ്ടത് എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല. സഹായം പൈസയൊന്നും അവർ വാങ്ങൂല കേട്ടോ. അവർ നിരപരാധികളായ ആളുകൾ ആരൊക്കെയാണ് ബുദ്ധിമുട്ടാകുന്നത്? അല്ലെങ്കിൽ പണമില്ലാത്തവരാരൊക്കെ? പണമില്ലാത്തതിനെ കേട് പിന്നെ നിങ്ങൾക്കില്ലല്ലോ. ഇല്ല തങ്ങളെ, അതൊരിക്കലും ഇല്ല. അൽഹംദുലില്ലാ. പക്ഷേ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. എന്നാൽ ഈ സമയം അതാ ഷെരീഫ ബീവി സ്നേഹത്തോടെ നുസൈബയുടെ കയ്യിൽ പിടിച്ചു. മോളെ, നീ ഒന്ന് വീട്ടിൽ പോയി ഫ്രഷായി വാ, കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോ. 2 ദിവസമായില്ലേ ഇവിടെ തന്നെയല്ലേ. ഉമ്മയുടെ കാര്യം ഞാനും തങ്ങളും നോക്കിക്കോളാം. എന്താ? നുസൈബ ശരിക്കും ഞെട്ടി. ബീവി, നിങ്ങൾ എന്തീ പറയുന്നത്? അതേ മോളെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്നത് സാധാരണക്കാരല്ല, നൂറുകണക്കിന് ആളുകൾ മാർഗനിർദ്ദേശം തേടിയെത്തുന്ന മുഹ്സിൻ തങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെരീഫ ബീവിയുമാണ്. അങ്ങനെയുള്ളവർ സ്വന്തം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു രോഗിയുടെ കട്ടിലിനരികിൽ കാവലിരിക്കാൻ തയ്യാറാകുന്നു. അവൾ മനസ്സിൽ വിചാരിച്ചു, റബ്ബേ, ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ഇത്ര വലിയ സ്ഥാനങ്ങളുള്ളവർക്ക് ഒരു ജാട പോലുമില്ല. എത്ര സ്നേഹമാണ് ഇവരുടെ മനസ്സിൽ. അവൾ ഷമ്മാസിൻ്റെ അരികിലെത്തി. ഇക്ക. എന്താ നുസി? തങ്ങളും ബീവിയും പറഞ്ഞു. പിന്നെ തങ്ങളും ബീവിയും ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് വീട്ടിൽ പോയി വന്നോളൂ, ഒന്ന് ഫ്രഷായി വന്നോളൂ എന്ന് പറഞ്ഞു. അവർ ഉമ്മയുടെ കൂടെ നിൽക്കാമെന്ന് ഷമ്മാസ് പറഞ്ഞു. എന്താ നുസി നീ പറയുന്നത്? ഇത്ര വലിയ തങ്ങളെ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ നിർത്തി നമ്മൾ പോകുന്നത് ശരിയല്ല. അത് കേട്ട മുഹ്സിൻ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നു. ഷമ്മാസ്, നീ എന്താ അങ്ങനെ പറയുന്നത്? ഷമ്മാസ് വിനയത്തോടെ നിന്നു. തങ്ങളെ, നിങ്ങൾ ഇവിടെ. മുഹ്സിൻ തങ്ങൾ പെട്ടെന്ന് ഷമ്മാസിനോട് പറഞ്ഞു, അതെ ഷമ്മാസ്, ഈ ഉമ്മ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെയാണ്. അല്ലാതെ നീ വേറിട്ട് അല്ല തങ്ങളെ, അങ്ങനെയല്ല. ശരിയാണ്, നിങ്ങൾ എൻ്റെ ഉമ്മയുടെ മകൻ തന്നെയാണ്, അറിയാം ഷമ്മാസ്.
ഞാൻ ദർസിൽ പഠിച്ചിരുന്ന കാലം നിനക്ക് ഓർമ്മയില്ലേ? നമ്മളൊക്കെ ഒരുമിച്ച് പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. അന്നൊക്കെ ഒരു മകനോടുള്ള സ്നേഹത്തോടെ എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്നത് ഈ ഉമ്മയാണ്. പെരുന്നാൾ വരുമ്പോൾ ഉടുപ്പിനുള്ള പണവും കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും കണക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി. ആ സ്നേഹം ഞാൻ എങ്ങനെ മറക്കും? ഇന്ന് ഈ ഉമ്മ അങ്ങനെ കിടക്കുമ്പോഴേ ഞാനിവിടെ ഇല്ലാതിരുന്നാൽ എൻ്റെ മനസ്സാക്ഷി അത് മാപ്പാക്കില്ല. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തങ്ങളെ, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് കുഞ്ഞിനെ ഒന്ന് വിശ്രമിപ്പിച്ച് വരൂ. ഞാനും ഷെരീഫയും ഇന്നിവിടെ നിന്നോളാം. നിങ്ങൾ നാളെ പോരി. ഷെരീഫ ബീവിയും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ നുസി, ഉമ്മയെക്കുറിച്ചൊരു പേടിയും വേണ്ട. അള്ളാഹുവിൻ്റെ കരുണയുണ്ട്. ഒടുവിൽ ഷമ്മാസും നുസൈബയും അത് സമ്മതിച്ചു. കുഞ്ഞിനെയും എടുത്ത് അവർ ആശുപത്രിയിൽ നിന്ന് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ നുസൈബ പറഞ്ഞു, ഉമ്മ, ഞങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് വരാട്ടോ. എന്നാൽ മോനെ, എൻ്റെ കുട്ടി വന്നോ? ഉമ്മ, ഞങ്ങൾ നവാസ്കയെ അന്വേഷിച്ചൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. വൈകാതെ നവാസ്കയെ കൊണ്ടുവരാലോ. എന്നാൽ വേഗം ചെല്ലി. എന്നാൽ അതാ മുഹ്സിൻ തങ്ങൾ ഉമ്മയുടെ അരികിലേക്ക് വന്നു. ബീവിയും, ഉമ്മാക്ക് എന്നെ ഓർമ്മയുണ്ടോ? കുറേ ഞങ്ങളെ തീറ്റിപ്പോറ്റിയതാണ് ഉമ്മ. അതുകൊണ്ട് ഓലൊന്ന് പോയി വരട്ടെ. ഉമ്മാൻ്റെ മകനായിട്ടും മരുമകളായിട്ടും ഇനി ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ. എന്താ, പറ്റൂലേ? എന്നാൽ ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, നിങ്ങൾ നിന്നോളി. തങ്ങളെ, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ദുആ ചെയ്യട്ടോ. എൻ്റെ മോനെ പാവാണ്, എൻ്റെ നവാസ്. ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ, എല്ലാം റെഡിയാക്കാൻ ഒരാൾ വരുന്നുണ്ട്. ഉമ്മക്ക് കാണണ്ടേ അവരെ? ആരാ മോനെ? അതൊക്കെയുണ്ട് ഉമ്മ, അതൊക്കെയുണ്ട്. എന്തൊക്കെ തന്നെയാലും നമുക്ക് കാണാം കേട്ടോ. മുറിയിൽ ഇപ്പോൾ ഐഷുമ്മയും മുഹ്സിൻതങ്ങളും ഷെരീഫ ബീവിയും മാത്രമായി. ഷെരീഫ ബീവി പതുക്കെ ഐഷുമ്മയുടെ തലയിണ നേരെയാക്കി മുടിയിഴകൾ സാവധാനം ഒതുക്കി വെച്ചു. അപ്പോഴേക്കും അതാ തങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി പോയിരുന്നു. ശേഷം ചെറിയ മുസഫ് എടുത്ത് മൃദുവായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. മുറിയാകെ ഖുർആനിൻ്റെ ഈണങ്ങൾ നിറഞ്ഞു. മുഹ്സിൻ തങ്ങൾ അതാ എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെ അതാ ഖുർആനു ശേഷം നമ്മുടെ ബീവി ദിക്റുകളും ചൊല്ലിത്തുടങ്ങി. ഓരോ ദിക്റും ആശുപത്രി മുറിയിലെ ഭാരമുള്ള അന്തരീക്ഷത്തിന് ഒരു ആശ്വാസം എന്ന പോലെ അനുഭവപ്പെട്ടു. ഷെരീഫ ബീവി സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ ശാന്തമായി പാരായണം ചെയ്തു. ഓരോ ആയത്തും തീർന്നപ്പോൾ അവർ ഐഷുമ്മക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. യാ അല്ലാ, ഈ ഉമ്മാക്ക് നീ ഷിഫ നൽകി റഹ്മാനെ. അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണേ. ഐഷുമ്മയെയും കുടുംബത്തിനെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ആമീൻ. അതിനുശേഷം അവർ ഐഷുമ്മയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ കൈവച്ചു. അതെ, ഒരു ഉമ്മ സ്വന്തം കുഞ്ഞിനെ തലോടുന്ന പോലെ. ആ ഒരു സ്പർശനത്തിൽ സ്നേഹമുണ്ടായിരുന്നു, ദുആ ഉണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഐഷുമ്മയുടെ ശ്വാസം പതുക്കെ സാധാരണ നിലയിലായി. മുഖത്തുണ്ടായിരുന്ന പിരിമുറുക്കം അലിഞ്ഞു തുടങ്ങി. ഷെരീഫ ബീവി മൃദുവായി കൂടെയുണ്ട്, ഒന്നും പേടിക്കണ്ട. ആ വാക്കുകൾ കേട്ടതുപോലെ ഐഷുമ്മയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ ശാന്തമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുഹ്സിൻ തങ്ങൾ അത് കണ്ടപ്പോൾ കൈകളുയർത്തി ദീർഘനേരം ദുആ ചെയ്തു. അപ്പോഴേക്ക് മുഹ്സിൻ തങ്ങൾ പള്ളിയിൽ നിന്നെത്തി. റബ്ബേ, ഈ കുടുംബത്തിൻ്റെ പരീക്ഷണം നീ എളുപ്പമാക്കണമേ അല്ലാ. നിരപരാധികൾക്ക് നീ നീതി നൽകണമേ അല്ലാ. ഈ ഉമ്മയുടെ കണ്ണുനീർ സന്തോഷമാക്കി മാറ്റണമേ അല്ലാ. ആശുപത്രിയുടെ തിരക്കിനിടയിലും ആ മുറിയിൽ ഒരു അപൂർവമായ ശാന്തത നിറഞ്ഞു നിന്നു. ആ ദിവസം മുഴുവൻ മുഹ്സിൻ തങ്ങളും ഷെരീഫ ബീവിയും മാറി മാറി ഐഷുമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ സിസ്റ്റർ വന്നു. അത് ഷമ്മാസിനെയും നുസൈബയെയും കാണാത്തത് കൊണ്ട് തന്നെ ചോദിച്ചു, ഇവരുടെ മകനും ഷമ്മാസ് എന്ന് പറയുന്ന അവർ പോയി. ഞാൻ അവൻ്റെ സുഹൃത്താണ്. ഓ, ബഹുമാന പുരസ്കരം സിസ്റ്റർ അവരോട് പറഞ്ഞു. ആണല്ലേ? ഉമ്മയുടെ മുഖത്ത് നല്ല തെളിച്ചം കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. ഉമ്മ, ഇതൊക്കെ ആരാണ്? വേറെ മക്കളാണോ? അതും എൻ്റെ മക്കൾ തന്നെയാണ്. ഐഷുമ്മ അതാണ് പറഞ്ഞത്, അല്ലാതെ സുഹൃത്തെന്നോ തൻ്റെ മോൻ്റെ കൂട്ടുകാരനെന്നോ ഒന്നൊന്നും പറഞ്ഞില്ല. മാഷാ അല്ലാ, ഉമ്മാക്ക് എത്രയെത്ര നല്ല മക്കളാണുള്ളത്. അതെ മോളെ, കുറേ മക്കളുണ്ട് എനിക്ക്, കുറേ പേരക്കുട്ടികളൊക്കെ ഉണ്ട്. നല്ല മട്ടത്തിന് ഓലോടൊപ്പം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ലാതെ. എൻ്റെ എല്ലാ മക്കളും എൻ്റെ അടുത്ത് വേണം, അപ്പോൾ ഒരു സമാധാനമാണ്. പക്ഷേ എൻ്റെ നവാസ്, എൻ്റെ കുട്ടി
അപ്പോഴും അതാ ഐഷുമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് നവാസിൻ്റെ മുഖമായിരുന്നു. എന്നാൽ മുഹ്സിൻ തങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ, ഞാൻ കൊണ്ടുവന്ന് തരും നിങ്ങളെ പൊന്നു മോനെ നിങ്ങളെ കൺമുമ്പിൽ കേട്ടോ തങ്ങളെ. അതേ ഉമ്മങ്ങൾ വിഷമിക്കില്ലേ, വേദനിക്കില്ലേ, എല്ലാം ശരിയാവും കേട്ടോ. തങ്ങളും ബീവിയും അവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇടയ്ക്കിടെ കൊടുക്കുവാനുള്ള മരുന്നിൻ്റെ സമയം ഓർമ്മിപ്പിച്ചു. വെള്ളം കൊടുത്തു. ഖുർആൻ പാരായണം തുടർന്നു. ഇടയ്ക്കിടെ ദിക്റുകളും ദുആകളും ചൊല്ലി. ചുരുക്കി പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ റൂം നല്ലൊരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും റൂം ആയി മാറിയതായി ഐഷുമ്മക്ക് തോന്നി. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും നുസൈബയും കുഞ്ഞും പുത്തൻവീട് തറവാട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എല്ലാം ആലോചിച്ചിട്ട് ഷമ്മാസിനൊരു ആകപ്പാടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, വീടിനെ കുറിച്ചല്ല, പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളെ, അതായത് സൗദ എന്നു പേരുള്ള അവരെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാട്ടിൽ അന്ന് റുഖ്യാത്ത അന്ന് ആങ്ങളുടെ കുട്ടിയുടെ എന്തൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമീറയെയും കുഞ്ഞുങ്ങളെയും നേരത്തെ തന്നെ ഒഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നേരത്തെ അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് പോയിട്ടുണ്ട്. എന്നാൽ വീട്ടിലിപ്പോൾ മിസിരിയും റാഹിലയും മാത്രമുള്ളൂ. റാഹില ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, മിസിരി കൂടുന്നുമുണ്ട്. എന്നാൽ സൗദ ആ റൂമിലാണ്. സൗദക്ക് എന്തൊക്കെയോ ഒരു റുഖ്യാത്ത പോയിക്കണ്. ഇവിടെ സുഖസുന്ദരമായി കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ ഇവിടുന്ന് ഇറക്കി വിടണം, അതാ വേണ്ടത്. സൗദ പതുക്കെ എഴുന്നേറ്റു. എന്നാൽ മിസ്രിയായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെ നോക്കുന്നത്. ഫസീല ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കുട്ടിയെ. പാവം മിസ്രി ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതാണ് പിന്നെയുള്ള ഒരു സമാധാനം. എന്നാൽ ഈ സമയം അതാ സമീറയുടെ റൂമിലേക്ക് സൗദ കടന്നു വരുന്നു. സമീറത്ത, ആ എൻ്റെ കുട്ടികൾ കരയുന്നുണ്ടോ? ആ കുട്ടികൾ ഒന്ന് ഉണർന്നപ്പോൾ രണ്ടാളൊരുപോലെ ഉണർന്നു, അതാണ്. ആ തെരി കുട്ടിയെ ഞാൻ എടുക്കണോ? വേണ്ട സൗദ, ഞാൻ നോക്കിക്കോളാം. അതെന്താ സമീറ അങ്ങനെ പറയുന്നത്? ഞാൻ കുട്ടിയെ നോക്കിയാൽ എന്താ? അല്ല, സൗദക്കന്നെ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ തന്നെ നോക്കാൻ കഴിയണില്ലല്ലോ സൗദക്ക്. ഞാൻ മക്കളെ നോക്കിക്കോളാം. ഇങ്ങോട്ട് തരി സമീറ താത്ത ഒരു കുട്ടിനെ. എനിക്കും ഉണ്ടാവില്ല ഒരു പൂതി ഇരട്ട കുട്ടികളെ കാണുമ്പോൾ എടുക്കാൻ. അവൾ പെട്ടെന്ന് അതാ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. സത്യം പറഞ്ഞാൽ സമീറക്ക് പേടിയായി. പഠിച്ചോനെ ഇതെന്താ ഇവളിങ്ങനെ? സമീർ ആകെ ഭയന്നു. അതെ, ഒരു കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്, ഒരു കുഞ്ഞവളുടെ മടിയിലുണ്ട്. ഇങ്ങോട്ട് തരി താത്ത, അതിനെ ഞാൻ എടുത്തോളല്ലോ. സൗദ അത് വേണ്ട, അത് അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ കരയണ നിങ്ങൾ കണ്ടില്ല, ഇങ്ങോട്ട് തരി കുട്ടിനെ. എന്നാൽ ഒരു നിമിഷം സമീറക്ക് ഭയം തോന്നി. പഠിച്ചോനെ അല്ലാ. അപ്പോഴാണ് അവൾ അത് ഓർത്തത്. അതെ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കണ്ട ആ ഒരു കാര്യം ഫോണിലും വന്നിരുന്നു. അതായത് മറ്റൊന്നുമല്ല, വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ വന്നിട്ട് അതാ ആ കുഞ്ഞിൻ്റെ കാലുകൾ ഒടിച്ചിട്ട് പോയ രംഗം. പിന്നീട് ആ കുട്ടിയുടെ അവസ്ഥ എല്ലാ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്ന ആ ഒരു സംഭവമാണ് അവൾക്ക് ഓർമ്മ വന്നത്. സൗദ അവിടത്തേക്ക് വരുമ്പോൾ ശരിക്കും സമീർക്ക് ഭയം തോന്നി. സൗദ ഈ പോയിക്കോ, ഞാൻ കുട്ടികളെ നോക്കിക്കോളാം. അതെന്താ സമീർ താത്ത, ഞാൻ അങ്ങോട്ട് വന്നാലേ? എനിക്ക് ഇവിടേക്ക് വരാൻ പാടില്ലേ? ഇതേ പുത്തൻ വീട് തറവാടാണ്, ഞാൻ ഇവിടുത്തെ മരുമകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ റൂമിലും എനിക്ക് പ്രവേശനമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ നിങ്ങളെപ്പോലെ വലിഞ്ഞു കയറി വന്ന് വേലക്കാരിയായി വന്നതല്ല, വേലക്കാരിയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തതുമല്ല. മനസ്സിലായല്ലോ? സൗദ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ വീട് തന്നെയാണല്ലത്. പുത്തൻ വീട് തറവാട് എന്ന് വെച്ചാലേ ഇവിടുത്തെ മക്കൾക്കും മരുക്കൾക്കുള്ളതാണ്, അല്ലാതെ എവിടുന്നെങ്കിലൊക്കെ വന്നവർക്കുള്ളതല്ല. സൗദ എന്ത് പറയുന്നത്? ഞങ്ങളിപ്പോൾ അടുത്ത് പോകുകയെ, ഞങ്ങളിനി കുറച്ച് ദിവസം കൂടി എനിക്ക് പോകണം തന്നെയായിരുന്നു. പിന്നെന്താ നിങ്ങൾ പോകാത്തത്? നിങ്ങൾക്ക് ഫ്ലാറ്റും കാര്യങ്ങളും അതൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ ഇവിടെ തന്നെ നിൽക്കണത്? സൗദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സമീർക്ക് ഭയം തോന്നി. ഇങ്ങോട്ട് തരി കുട്ടീനെ, ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കുട്ടീനെ, ഇങ്ങോട്ട് തരി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ സമീർക്ക് ഭയം തോന്നി. അല്ലാ, സൗദ പോയിക്കോ, ഇവിടെ ഞാൻ കുട്ടികളെ നോക്കിക്കോളാം. അല്ലേ തരി, ഞാൻ നോക്കിക്കോളല്ലോ. നിങ്ങളൊന്ന് നേരിട്ട് കാണണം വിചാരിച്ച് നിൽക്കുന്നേന്നു.
അല്ല സമീറ, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഞാൻ മുഖത്ത് നോക്കി എന്നെ ചോദിക്കുകയാണ്, ഉളുപ്പുണ്ടോ? എന്താ പറയുന്നത്? ശരിക്കും അതാ അവൾക്ക് ഭയം തോന്നുകയാണ്. എന്താണ്? അല്ലേ, നിങ്ങളെ വീടിപ്പോൾ എവിടെ? നിങ്ങൾ ആ നാസറിൻ്റെ പെണ്ണുങ്ങൾ എന്നുള്ള പറഞ്ഞു കേട്ടിന്. ആ കള്ളുടിയ നാസറിൻ്റെ പെണ്ണുങ്ങളല്ല നിങ്ങൾ? ആ, കള്ളുടിയ നാസറിൻ്റെ പെണ്ണുങ്ങൾ എങ്ങനെ ഉസ്താദിൻ്റെ ഭാര്യയായി? പിന്നെ ഇവിടെ എത്തിയിട്ട് എന്താന്നില്ലേ? എന്നിട്ടിപ്പോൾ നിങ്ങളിവിടെ സുഖസുന്ദരം, ഇപ്പോൾ ഒക്കെ ഇവിടെ തന്നെ. ഇവിടെ നിന്ന് കല്യാണം, കുറേ പൊന്നും പണ്ടൊക്കെ നിങ്ങൾക്ക് ഉമ്മ തന്നിക്കണല്ലോ അല്ലേ? അതൊക്കെ എവിടെ? അതൊക്കെ അവിടെ ഉണ്ട്. ഓ തന്നെ അല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാലേ, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഉമ്മ പലതും പറയും, ഇവിടെ നിന്നോളി എന്നൊക്കെ. ഇതിപ്പോൾ വേറൊരുത്തി വന്ന് കൂടിയിരിക്കണേ, മിസിരി എന്ന് പറഞ്ഞിട്ടൊരു ഒരുത്തി, പിന്നെ അപ്പുറത്തൊരു വേലക്കാരത്തി. ഇതെന്താ ഇവിടെ ഒരു ഒന്നായിട്ട് പൊതുവായിട്ട് ആൾക്കാർക്ക് നിൽക്കുന്ന സ്ഥലമാണത്? ഈ പുത്തൻ വീട് തറവാട് എന്നാൽ ഉള്ള കണ്ണി കണ്ടോലി എല്ലാവരും പിടിച്ച് വലിച്ച് ഐഷുമ്മ കയറ്റുന്നുണ്ടല്ലോ. ഐഷുമ്മ ജീവൻ പോയി കിട്ടിയാൽ തന്നെ ഇവിടെ കുറേയൊക്കെ അങ്ങോട്ട് സമാധാനം ഉണ്ടാവും. ഇതെല്ലാവരും സൗദ, ഈ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മാനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലേ? ഞാൻ പറയുന്നില്ല. എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പറയാൻ പാടില്ലേ? ഞാൻ പറയും. ഉമ്മ കാണിക്കുന്ന നെറികേടുകളാണ് ഇതൊക്കെ. കണ്ണി കണ്ട ആൾക്കാരെ മുഴുവൻ വീട്ടിലേക്ക് വലിച്ചു കയറ്റുക, എന്നിട്ട് ഓൾക്ക് ഇവിടെ അഭയം കൊടുക്കുക. അതുമാത്രമല്ല, പേറും പ്രസവവും ഒക്കെ ഇവിടെ തന്നെ. കുട്ടികളെ കരച്ചിലുണ്ടെനിക്ക് ഉറക്കം വരെ ശരിയാണില്ല. ഞാൻ ഇവിടുത്തെ മരുമകളാണ്. എനിക്ക് തീരെ ഒരു സമാധാനങ്ങൾ തരാഞ്ഞാൽ എന്താ ഞാൻ കാട്ടുക? പോയിക്കൂടെ? ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? ഇത്രയും ദിവസമായില്ലേ? ആ റുക്യാത്ത പോട്ടെ വിചാരിച്ച് കാത്തുനിന്നാണ്. ഇനി റുക്യാത്ത എങ്ങാനും ഉമ്മാനോട് പറയും വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ, ഉമ്മ ചിലപ്പം വരും 2 ദിവസം കൊണ്ടൊക്കെ. ഇനി വന്നാലും തന്നെ നിങ്ങൾ ഉമ്മാനോട് പറയണം, ഉമ്മ ഞാൻ പോവാണ്, എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല, എനിക്കിവിടുത്തെ കാലാവസ്ഥ പറ്റണില്ല എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് ഒരാളെ എൻ്റെ പേര് പറയേ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോണം. മനസ്സിലായല്ലോ? ഇവിടുത്തെ മരുമകൾ എന്നുള്ള സ്ഥാനത്താണ് ഞാൻ പറയുന്നത്. ശരിക്കും സൗദിയുടെ ആ ഭരണം കൊണ്ട് അതാ സമീറ ഭയപ്പെടുകയായിരുന്നു. സൗദ, ഞങ്ങൾ പോവും. അത് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചൊന്നല്ല, ഉമ്മ അങ്ങോട്ട് പോകുന്നതായിരുന്നു. പിന്നെ ഉമ്മാക്ക് സൗകര്യം ഇഷ്ടം ഇവിടെയാണ്. പിന്നെ ഷമ്മാസിന് ബുദ്ധിമുട്ടുമായപ്പോൾ, ഷമ്മാസിൻ്റെ കാര്യം നിങ്ങൾ പറയണ്ട. ഷമ്മാസേ അതെനിക്കുള്ളതാണ്, അല്ലാതെ വേറൊരാൾക്കുള്ളതല്ല. ഷമ്മാസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയേ വേണ്ട. ഇനിയിപ്പോൾ അതാണ് പറയുന്നത്. ഷമ്മാസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. നോക്കിക്കോളി. പിന്നെ ഉമ്മ വന്നിട്ട് പിറ്റേന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഉമ്മാനോട് പറയണം, നിങ്ങൾ ഉസ്താദിനോടും പറഞ്ഞോണ്ടേ ഇവിടെ നിൽക്കാൻ മതി, കുറേ നിന്നില്ലേ, മതിയായില്ല, ഒരുപാട് ഇടങ്ങാറാക്കിയില്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ആ കുട്ടികളെ കരച്ചിൽ കേൾക്കാൻ കഴിയായിട്ടാണ്. വേഗം നിങ്ങൾ പോകണം ഇവിടുന്ന്. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് തരി ആ കുട്ടിനെ, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. എനിക്കും ഉണ്ടാവും എടുക്കാൻ ഒരു പൂതി. ശരിക്കും അതാ 2 കുട്ടികൾ വെളുത്ത് തൊടുത്ത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുട്ടികൾ. അവർ കൈകാലിട്ടടിക്കുകയാണ്. കരച്ചിലെല്ലാം മാറിയിട്ടുണ്ട്. ശരിക്കും സൗദക്ക് അത് കണ്ടിട്ട് അസൂയ തോന്നാണ്. എന്താന്നില്ലേ, 2 എന്ത് ഭംഗിയുള്ള കുട്ടികൾ. അല്ല സമീറ, എനിക്ക് ഈ കുട്ടികളെ എടുത്തിട്ട് എന്തെങ്കിലും പറ്റുമോ? എനിക്കെടുക്കാൻ പാടില്ലേ? സൗദ, അതിപ്പോൾ മോനെ തന്നെ എടുക്കണില്ലല്ലോ നീയേ, അപ്പോൾ സ്വന്തം മക്കളെല്ലാം ആദ്യം എടുക്കേണ്ടത്. എനിക്കെടുക്കണതിന് കുഴപ്പമൊന്നുമില്ല, എടുത്തോളി, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ എന്ത് പക്ഷേ? ഞങ്ങട് തരി, ഞാൻ എടുക്കാം. അവൾ പെട്ടെന്ന് തന്നെ അതാ കുഞ്ഞിൻ്റെ കാൽ പിടിച്ച് വലിച്ച്. എന്നാൽ സമീറ, സൗദ വേണ്ട, കുഞ്ഞിനെ തൊടല്ലേ. അപ്പോഴേക്കും അവളൊരു കുഞ്ഞിനെ വാരിയെടുത്തു. മറ്റേ കുഞ്ഞിനെയും പിടിച്ച് വാങ്ങാൻ നിന്നപ്പോഴേക്കും അതാ സൗദ കുഞ്ഞിനെ കാല് വലിച്ചാണ് എടുത്തത്. ശരിക്കും അത് കണ്ട് സമീറ, സൗദ വേണ്ട. എന്നാൽ ആ ഒരു ശബ്ദം കേട്ട പെട്ടെന്ന് അതാ നുസൈബ വാതിൽ തുറന്നു. സൗദ, നീ എന്ത് ചെയ്യുന്നത്? അപ്പോഴേക്കും കരച്ചിൽ കേട്ട് ഷമ്മാസ് ഓടിയെത്തി. എന്ത് പ്രശ്നം? അതെ, കുട്ടീനെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്, എനിക്ക് പേടിയാണ്. സമീറ കരയുകയായിരുന്നു. എന്നാൽ ഷമ്മാസ് അത് കണ്ടു. അതെ, ദേഷ്യത്തോടു കൂടി സമീറയുടെ കുഞ്ഞിനെ പിടിച്ചു വലിക്കുകയാണ്. ഒരു നിമിഷം ഷമ്മാസ് അത് ഓർത്തു, റബ്ബേ, സോഷ്യൽ മീഡിയയിൽ കണ്ടത്, അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ജ്യേഷ്ഠൻ്റെ കുഞ്ഞിനെ കാലുകൾ പിടിച്ചൊടിച്ച്. വല്ലാത്ത ദയനീയമായ രംഗമായിരുന്നു ആ ചിത്രം. അതാണ് അവന് ഓർമ്മ വന്നത് പെട്ടെന്ന്. സൗദ, കുഞ്ഞിനെ വിട്.
അവൻ കുഞ്ഞിനെ അതാ പതുക്കെ വാങ്ങി. തരില്ല ഷമ്മാസ്, എനിക്കും ഉണ്ടാവില്ലേ കുട്ടീനെ എടുക്കാൻ ഒരു കൊതി. അപ്പം നിങ്ങളൊക്കെ വന്നുല്ലേ? ഷാമോനെ, എന്തൊക്കെയോ ഉമ്മാക്ക് എങ്ങനെയുണ്ട്? അതെ, അവളുടെ മൈൻഡ് പെട്ടെന്നങ്ങ് മാറി. അതെ, ആ കുഞ്ഞിൻ്റെ കാൽ വേദനിച്ചിട്ട് കുഞ്ഞ് വല്ലാതെ കരഞ്ഞു. എന്നാൽ അപ്പോഴേക്കും നുസൈബ കുഞ്ഞിനെ എടുത്തു. അല്ലാ, എന്തേം പറ്റിയോ? ഇല്ല പഠിച്ചോനെ, വല്ലാത്ത പുതുമായി പോയല്ലത്. സമീർത്ത, എന്തെങ്കിലും സംഭവിച്ചു? ഇല്ല മോളെ, ഒന്നുമില്ല, ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ ഷമ്മാസിനെ കണ്ടപ്പോൾ അതാ സൗദ. ഞാൻ എന്താ തരേണ്ടത് നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് ചായ തരട്ടെ? ഭക്ഷണം തരട്ടെ? അവളുടെ മൈൻഡ് തന്നെ മാറി. നുസൈബ ഒരു നിമിഷം അത് കണ്ടു. നുസൈബയ്ക്ക് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ സമീറ പറഞ്ഞു, ചെല്ല് നുസൈബ, ചെല്ല്. അത് അവൾക്ക് അത്ര ഒരു സുഖം പോരാ. എന്തെനിക്കറിയില്ല, അഭിനയാണോ എനിക്കറിയില്ല, സമാധാനമില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. റുക്യാത്ത് എവിടെ? റുക്യാത്ത് എന്ന് അവരുടെ ആങ്ങളുടെ കുട്ടിയുടെ എന്തൊരു കല്യാണം, എന്തൊരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എന്നെയും കുട്ടികളെ കുളിപ്പിച്ച് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തിന്ന് പോയതാണ്. ബാക്കി മിസ്സിരിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമീർത്ത, എനിക്ക് പേടിയാവുന്നു ഇതെല്ലാം കണ്ടിട്ട്. ഇതിപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലല്ലോ. അതല്ല, വാതിൽ കുറ്റിയിട്ടിട്ടില്ലേ? വാതിൽ ഞാൻ ചാരിയിട്ടുള്ളായിരുന്നു. പിന്നെപ്പോൾ പെട്ടെന്ന് ഐഷും ഇവിടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഞാനങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ. എനിക്ക് പേടിയാണ്. ഇപ്പം എനിക്കിങ്ങനെ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. എന്നും റുക്യാത്ത് ഇവിടെ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ റുക്യാത്ത് ഇല്ലാത്ത നേരം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ശരിക്കും ലക്ഷ്യം കുഞ്ഞുങ്ങളെയാണെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളെ എനിക്കെടുക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് പേടിയാകുന്നു. ഒന്നും പേടിക്കണ്ട, ഇൻഷാ അല്ലാ ഉമ്മ നാളെ ഡിസ്ചാർജ് ചെയ്ത് വരും കേട്ടോ. ഒന്നും പേടിക്കണ്ട. നുസി, എനിക്ക് പേടിയാവുന്നു മോളെ. എനിക്ക് സമാധാനമില്ല. അതായത് സൗദയുടെ കണ്ണ് എൻ്റെ മക്കളുടെ ശരീരത്തിലാണ്. അവൾ എന്തെങ്കിലും കാട്ടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സാരല്ല. നുസി ഇന്ന് പോകുന്നുണ്ടോ? അത് പോകണം. ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് മുസ്ലിം തങ്ങളും വൈഫ് ഷെരീഫ ബീവിയും ഒരു കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്ന് ഫ്രഷായിട്ട് പോരി എന്ന് പറഞ്ഞയച്ചതാണ്. എന്നാൽ സമീർ പറഞ്ഞു, പഠിച്ചോനെ ഉമ്മാക്ക് പെട്ടെന്ന് ഷിഫി ആയാൽ മതിയായിരുന്നു, എനിക്ക് പേടിയാകുന്നു. എന്നാൽ സമീറക്ക് തോന്നി തുടങ്ങി, ഇല്ല, ഇനിയും ഇവിടെ നിന്നാൽ ഈ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സൗദിയുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുമാത്രമായി പിന്നീട് സമീറയുടെ ചിന്തകൾ. കാര്യം മറ്റൊന്നുമല്ല, സുഖസുന്ദരമായി കഴിഞ്ഞിരുന്ന പെണ്ണാണ് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ അതാണ് വഴിയെന്നൊരു പക്ഷേ സൗദ കരുതിയിട്ടുണ്ടാകും. കുട്ടികളെ പേടിപ്പിക്കുക, കുട്ടികളെ പിടിച്ച് വലിച്ചെടുക്കുക, കുട്ടികളെ ഉപദ്രവിക്കാൻ നിൽക്കുക. എന്നാൽ പിന്നെ ഏതൊരു പെറ്റുമ്മയും ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളല്ലോ. സമീർ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് അതാ സൗദ ഒന്നുകൂടി ഒരു ഭ്രാന്തി ലുക്കിൽ അഭിനയിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഷമ്മാസ്, സൗദ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? ഷാമോനെ, ഷാമോക്ക് ഭക്ഷണം വേണ്ടേ, വെള്ളം വേണ്ടേ, കുഴഞ്ഞു വരല്ലേ? എന്നാൽ നുസൈബ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. സൗദ, ഷമ്മാസിന് എടുത്തു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്, നീ വരണ്ട. എന്താ നുസ്യ നീ പറയുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കുഴഞ്ഞു വരില്ലേ, അപ്പം നിങ്ങളൊക്കെ ഞാൻ പരിപാലിക്കണ്ടേ? എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ മിസ്സിരി വന്നു. പഠിച്ചോനെ, അതുവരേക്കും അവൾ റൂമിൽ കിടക്കായിരുന്നു. റുക്യാത്ത പോയി ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും എഴുന്നേറ്റ് വന്നതാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒന്നിനും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഫുഡ് വിളമ്പാൻ വന്നിരിക്കുന്നു. ഷമ്മാസിന് അത് വല്ലാത്തൊരു അസ്വസ്ഥതയായി തോന്നി. റബ്ബേ, ഇനി എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ല. പഠിച്ചോനെ, മലേഷ്യ, അതെ അത് തന്നെയായിരിക്കും മുഹ്സിൻ തങ്ങൾ എന്നോട് പറഞ്ഞത്. നിങ്ങളിൽ 2 പേരിൽ ഒരാൾ മാറി നിൽക്കണമെന്നാണ്. അല്ല എങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവില്ല. അത് മാത്രമല്ല പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്കും അത് കാരണമാകും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ഷമ്മാസിൻ്റെ മനസ്സൊന്ന് പിടച്ചു. കാരണം ആ കുട്ടിയുടെ കാല് പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോൾ പഠിച്ചോനെ, എന്താ റബ്ബേ, ഇതിനെ കൊണ്ടാക്കിയായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് ആർക്കും സമാധാനം ഉണ്ടാവില്ല. ഇനി സ്വന്തം കുട്ടിയുണ്ട് നവാസ്കയുടെ, അതിനെ എന്തെങ്കിലും ചെയ്യുമെന്നാവും. പക്ഷേ അതിനവൾ തൊട്ട് നോക്കുന്ന പോലുമില്ല. ഷമ്മാസ് ആ കുഞ്ഞിനെ എടുക്കുവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ. അവൻ ഫ്രഷായിട്ട് വന്നു. അതെ, നവാസ്കയുടെ കുഞ്ഞിനെ വാരിയെടുത്തു. പാവം ആ കുഞ്ഞ് തന്നെ ഉപ്പച്ചിയെ കിട്ടിയ സന്തോഷത്തിൽ ഷമ്മാസിൻ്റെ അടുത്തേക്ക് അങ്ങ് ചിരിച്ചു ചാടുകയായിരുന്നു. എന്നാൽ അതാ അപ്പോഴേക്കും സൗദ, ഷാമോനെ, ഷാമോനെ നല്ല ഇഷ്ടമാണല്ലേ, എന്താ ചിരിച്ചു ചാട്ടം? അല്ലെങ്കിലും ഉപ്പാൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ?
അത് അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവൾ അങ്ങനെ പറയുകയാണ്. ഷാമോനെ ഏറെക്കുറെ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ ഒരു വീട്ടിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ സൗദ. കാരണം രണ്ടാളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള തെറ്റുകളും ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, എൻ്റെ കൈകൾ തരിക്കുന്നുണ്ട്. അവളുടെ ഓരോ പെരുമാറ്റത്തിലും കാട്ടിക്കൂട്ടലിലും എൻ്റെ കൈ തരിക്കുന്നു. പക്ഷേ ഒന്നെങ്ങാനും പൊട്ടിച്ചു പോയാൽ പിന്നെ അതിൻ്റെ പേരിൽ കേസും കൂട്ടും കാര്യങ്ങളും. ക്ഷമിച്ച് നിൽക്കണം. ഇവറ്റകളുടെയൊക്കെ ഇടയിൽ. ശരിക്കും ഷമ്മാസ് ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിച്ചു. പെട്ടെന്ന് ഫോൺ എടുത്ത് മുഹ്സിൻ തങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ തങ്ങളെ. ഷാമോൻ, ഒരു പേടിയും പേടിക്കണ്ട. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ പോന്നോളി. കാരണം ഇവള് ഷെരീഫ ബീബി ഉമ്മയുടെ കൂടെ ഇവിടെ നിന്നോളും. ഞാൻ പുറത്ത് പള്ളിയിലും പോയിക്കോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് എത്തിച്ച് കൊടുത്തോളാം കേട്ടോ. ഇന്നവിടെ റിലാക്സായി നിന്നോളി. പിന്നെ നാളെ വന്നാൽ മതി. ഓക്കെ? നാളെ ആളുകളൊക്കെ എത്താനാകുമ്പോഴത്തേനൊക്കെ തങ്ങളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് നിങ്ങളൊന്ന് ഫ്രഷായി ഒന്നുമില്ല. ആ കുട്ടീനെയും കൊണ്ട് 2 ദിവസമായില്ല ഇവിടെ. ഇങ്ങനെ കുട്ടി ഒന്ന് സുഖമായൊന്ന് ഉറങ്ങട്ടെ. ശരിക്കും ഷമ്മാസിനും അത് മുഹ്സിൻ തങ്ങൾ വന്നത് വല്ലാത്തൊരു ഉപകാരമായി. ഷമ്മാസ് വിചാരിച്ച, റബ്ബേ, റിസ്വാന വക്കീൽ നാളെ വരുന്ന ദിവസമാണ്. എല്ലാ രേഖകളും എല്ലാം. ഒരു പക്ഷേ സൗദിയൊക്കെ അന്ന് നജീബ് സാർ കുറേ രേഖകളൊക്കെ എടുത്ത് പോയതാണ്. പക്ഷെ അന്ന് ഇവളുടെ ചിന്താഗതി ഇതല്ലായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും റിസ്വാന വക്കീലിന് എല്ലാ തെളിവുകളും കൊടുക്കണം. അതിനനുസരിച്ച് അവർ സത്യസന്ധമായി വാദിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഷമ്മാസ് അതിനുവേണ്ടി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, റിസ്വാന വക്കീൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുമോ? അവർ നവാസിന് നീതി കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.